ഹലോ, അപ്പം ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളോട് ഒരുപാട് പേര് അല്ലാതെ പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് വന്നിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, കീമോ ടൈമിൽ കഴിക്കേണ്ട ആഹാരം എന്താണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്താണ്, വെള്ളങ്ങൾ എന്താണ് എന്നൊക്കെ കുറച്ച് പേരൊക്കെ നമുക്ക് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു. ഞാൻ വിചാരിച്ചു അങ്ങനൊരു സംശയം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ വെളിച്ചമൊക്കെ കുറവാണ്, മഴക്കാറാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അറിയുന്ന രീതിയിൽ ഇടുന്നതാണേ. അപ്പോൾ ഞാൻ എൻ്റെ കീമോ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്ത് കഴിക്കണമെന്ന് എനിക്കങ്ങനെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണും, എന്തൊക്കെ വീഡിയോ കഴിക്കണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നോക്കും. പക്ഷേ ആ കാണുന്ന വീഡിയോയിലുള്ള ഫുഡുകളൊന്നും എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ കീമോ കഴിയുന്ന സമയത്ത് നമ്മുടെ വായുടെ രുചി മാറുകയാണ്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മാറുകയാണ്, ഒക്കെ മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഫുഡുകളോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഫുഡുകളോ ഒന്നും നമുക്ക് കൗണ്ട് കൂടാനോ ബ്ലഡ് കൂടാനോ ഒന്നും കഴിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് പിന്നെ ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ കഴിക്കുക. അത് ഫാസ്റ്റ് ഫുഡൊന്നും അല്ലാത്ത നമുക്ക് കഴിക്കാൻ അന്നേരം ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ. അതിൽ കുറച്ച് കൗണ്ട് കൂടാനുള്ള ഇതും പിന്നെ അല്ലാതെ ബ്ലഡ് കൂടാനുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കീമോ കഴിഞ്ഞ സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തേക്ക് എനിക്ക് ഫുഡൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ വെള്ളങ്ങളാണ് കൂടുതലും കുടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുഡിനോടൊക്കെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ, പലർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫുഡിൻ്റെ സ്മെല്ല് വരുമ്പോൾ വോമിറ്റിങ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്കിഷ്ടമുണ്ടായിരുന്ന ഫുഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 ദിവസം ഒരുവിധ ഫുഡുകളോടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. കഞ്ഞി, ചോറ് അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെള്ളമാണ് കുടിച്ചത്. വെള്ളം മെയിനായിട്ട് ഞാൻ കുടിച്ച വെള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കിൻ്റെ വെള്ളം നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും. പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും വാങ്ങാനൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം കിട്ടാത്ത സാധനങ്ങളൊന്നും, വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് കരിക്കിൻ്റെ വെള്ളം ഞാൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു 4-5 കരിക്കൊക്കെ വെട്ടിയിട്ട് കുടിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുടിച്ചതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാരങ്ങാ വെള്ളം ഇഷ്ടമായിരുന്നു. ആദ്യത്തെ സൈക്കിളിലെ കീമോ എനിക്ക് വായ്ക്ക് വേറെ തോല് പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ടേസ്റ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭക്ഷണത്തിനോട് ഇഷ്ടക്കേടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വായ്ക്ക് വേറെ ഭക്ഷണം അങ്ങനെ തോല് പോകാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്ക് നാരങ്ങാ വെള്ളം അങ്ങനത്തെ കഴിക്കായിരുന്നു. അപ്പം ഉപ്പിട്ട നാരങ്ങാ വെള്ളം നന്നായിട്ട് കുടിക്കുമായിരുന്നു. അമ്മ എനിക്ക് ഉപ്പിട്ട നാരങ്ങാ വെള്ളം കലക്കി വെച്ച് തരും, അത് ഞാൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. പിന്നെ കുടിച്ചത് മോരും വെള്ളം. മോര് വലിയ പുളിയില്ലാത്ത മോര് വാങ്ങിയിട്ട് അതിനകത്ത് ലേശം ഇഞ്ചിയും പിന്നെ ഇത്തിരി പച്ചമുളക്, എരിവ് അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു ഇച്ചിരി പച്ചമുളക് ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് അമ്മ ലൂസാക്കിയ മോരുവെള്ളം തരുമായിരുന്നു, നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കുടിക്കുമായിരുന്നു. പിന്നെ കഞ്ഞിവെള്ളം വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ കുറച്ചൊക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെ വെള്ളങ്ങളായിട്ട് ഞാൻ മെയിനായിട്ട് കുടിച്ചത് ഇതാണ്. ഞാൻ വേറെ എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ അന്നേരമൊന്നും ഫ്രൂട്ട്സ് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ കഴിച്ചതെന്നാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കൗണ്ടൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ സൈക്കിളിൽ കൗണ്ടൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും ഉണ്ടാവേണ്ട കൗണ്ടിനെക്കാട്ടിലും കൂടുതലായിരുന്നു കൗണ്ട് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ബ്ലഡ് കുറഞ്ഞിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസത്തെ എൻ്റെ റൂട്ടീൻ ഇതായിരുന്നു കേട്ടോ. പിന്നെ പിന്നത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണത്തിനോടൊക്കെ ഇച്ചിരി ഇഷ്ടം തുടങ്ങി. അപ്പം ഞാൻ കഴിച്ച എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അനാറ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ, പൊമഗ്രനേറ്റ്, അനാറ്. അത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാറ് കഴിക്കാൻ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കീമോയ്ക്ക് ഞാൻ അനാറൊക്കെ നന്നായിട്ട് പൊളിച്ച് കഴിച്ച്, ജ്യൂസായിട്ടൊന്നും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് പൊളിച്ചമ്മ തരും, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അനാറ്. അപ്പോൾ അനാറ് ബ്ലഡ് വെക്കാനും കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അനാറ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് പപ്പായ എനിക്ക് ഈ കീമോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പപ്പായ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. പക്ഷേ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പപ്പായയുടെ ടേസ്റ്റ് പിടിക്കാതെയായി. ആദ്യത്തെ കീമോയുടെ സമയത്ത് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു എന്നല്ലാതെ പിന്നത്തെ കീമോയ്ക്കൊന്നും ഞാൻ പപ്പായ കഴിച്ചിട്ടില്ല. ആദ്യത്തെ കീമോയ്ക്ക് പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയല്ല, ഞാൻ മഞ്ഞയും കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് ഈ കീമോ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കഴിക്കേണ്ട. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പുഴുങ്ങി തിന്നാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് മുട്ട പുഴുങ്ങി തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ കഴിക്കായിരുന്നു. എനിക്ക് ജ്യൂസാക്കി, ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് ജ്യൂസാക്കി കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെത്തി അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി, ഈ ആപ്പിളിൻ്റെയൊക്കെ തോല് കളഞ്ഞിട്ട് കഴിക്കണം എന്ന് എന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആപ്പിളിൻ്റെയൊക്കെ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നോട് ഡോക്ടർ പൈനാപ്പിളും മുന്തിരിയും കഴിക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് എനിക്കിഷ്ടമാണെങ്കിൽ കൂടി ആ 2 സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ വേറെ എന്താ ഞാൻ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്, എന്താണെന്നറിയില്ല. പിന്നെ തക്കാളി കൗണ്ട് കൂടാനൊക്കെ നല്ലൊരു സാധനമാണ്, അതുകൊണ്ട് ഞാൻ നമ്മുടെ തക്കാളി കഴിച്ചിരുന്നു. തക്കാളി നമുക്കിവിടെ കിട്ടുന്ന തക്കാളി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തക്കാളിയാണ്, അതത്ര നല്ലതൊന്നും അല്ല. എന്നാലും അത് കുറേ നേരം വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇതാക്കി വെച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് അമ്മ തന്നിരുന്നത്. അപ്പോൾ അത് തക്കാളി കഴിച്ചു. അപ്പോൾ തക്കാളിക്ക് പച്ചക്കും ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ അത് അരിഞ്ഞിട്ട് അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഡെയിലി ഞാൻ തക്കാളി കഴിക്കുക, എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് കുറേശ്ശെ ഫുഡുകളൊക്കെ കഴിക്കാൻ തോന്നി തുടങ്ങും. ആ സമയത്തും നമ്മളോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സ്പൈസി ആയ ഫുഡൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എരിവും പുളിയൊന്നും അധികം ഉള്ളത് കഴിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോറൊക്കെ തിന്ന് തുടങ്ങിയപ്പം എന്താ പറയുക, അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ട് നമ്മുടെ ടേസ്റ്റിനൊന്നും ഒക്കില്ല, എന്നാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഡോക്ടറിനോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ കണ്ടൻറ്റുകൾ അധികം ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ, എനിക്ക് ചെറിയ മീനുകളൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. വലിയ മീനുകൾ, കഷ്ണം മീനുകളൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇഷ്ടമല്ലായിരുന്നു. മത്തി ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് മത്തി നന്നായിട്ട് കഴിക്കുമായിരുന്നു. മത്തി നിങ്ങൾക്ക് അറിയാമല്ലോ, മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ മത്തി നന്നായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ കപ്പ ഇഷ്ടമായിരുന്നു. കപ്പ ചക്കയൊക്കെ സീസൺ ആയിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടുണ്ട്. അതെല്ലാം കൗണ്ട് കൂടാനും പിന്നെ ബ്ലഡ് കൂടാനൊക്കെ ഉപകരിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ കൗണ്ടിനോ ബ്ലഡ് കൗണ്ടിനോ അല്ലെങ്കിൽ HBക്കോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഫുഡൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇതെല്ലാം നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഹെൽത്തിന് ഗുണകരമായി തന്നെ യൂസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എത്ര പേർക്ക് കിട്ടുമെന്നും എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്നും ഒന്നും അറിയില്ല. എനിക്കിതെല്ലാം കഴിക്കാൻ ഇഷ്ടമായിരുന്നു. ഞാൻ സ്റ്റെപ്പായിട്ടാട്ടോ പറയുന്നത്. എൻ്റെ കീമോ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 ദിവസത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു. പിന്നെയാണ് എനിക്കിതെല്ലാം കഴിക്കാനുള്ള ഇഷ്ടം ഉണ്ടായി തുടങ്ങിയത്. ആ സമയത്താണ് ഇതെല്ലാം കഴിക്കുന്നത്. ചക്ക, പിന്നെ കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഒത്തിരിയൊന്നും കഴിക്കില്ല, കുറച്ച്. ഒരു ദിവസത്തെ നമ്മുടെ ഫുഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തും എന്നേ ഉള്ളൂ. പിന്നെ ചോറ് കഴിക്കും, ഒരുപാട് കഴിക്കില്ല, കുറച്ച് കഴിക്കും. അതിൻ്റെ കൂടെ ഞാൻ കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇലക്കറികൾ ചീര കിട്ടുന്ന സമയമായിരുന്നു. അപ്പോൾ ചുമന്ന ചീരയും പച്ചച്ചീരയും നന്നായിട്ട് കിട്ടുന്ന സമയമായിരുന്നു. അത് തോരൻ വെച്ച് ഉപ്പേരി വെച്ച് കറി ഉണ്ടാക്കി ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ കൗണ്ട് കൂടാനും HB ഒക്കെ കുറയാതിരിക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു സാധനമാണ് പച്ചച്ചീരയും ചുമന്ന ചീരയും. അത് നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഉപയോഗിച്ച് ഫലം കണ്ട ആളാണ്. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഇത് നന്നായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ പരിപ്പ് പയറ് ഒക്കെ കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അതൊന്നും കഴിക്കാതിരിക്കുന്നതും നമുക്ക് നല്ലതല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതും കഴിക്കുമായിരുന്നു. പിന്നെ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ എല്ലാം കഴിക്കുന്ന പോലെ തന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാം കഴിക്കാം എന്ന ഭാഗത്തിലാവും. പക്ഷെ അപ്പോഴും എനിക്ക് ചിക്കനോടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കീമോ ടൈമിൽ ഇത്രയും നാളായിട്ട് ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. പിന്നെ എന്നോട് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ സാധനം ഉഴുന്നിട്ടിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇപ്പോഴും എനിക്ക് ദോശ, ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ്. കുറച്ച് പുളിയുള്ള ആഹാരങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സൈക്കിൾ കീമോയുടെ ടൈമിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് കഴിച്ചത്. ഇതിൽ എല്ലാം ഒരുവിധം എല്ലാം നല്ല സാധനങ്ങളാണ്. ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാറില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ഓരോ വീഡിയോസിലും ഈ ഫ്രൂട്ട്സ് മറ്റേ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറയും. പക്ഷേ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഈ ഒരു കീമോ എടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറഞ്ഞാലും നമുക്കത് സാധിക്കില്ല. നമ്മുടെ വായുടെ ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ്. ഒരു നോർമലായി ഇരിക്കുന്ന മനുഷ്യൻ കഴിക്കും പോലുള്ളൊരു ഫുഡൊന്നും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ കീമോയ്ക്കൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അനാറ്. പിന്നെ എനിക്ക് അനാറിനോട് മടുപ്പായി. പിന്നെ അത് കഴിക്കാൻ ഇഷ്ടമില്ല. ഇപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അനാറ്. അതുകൊണ്ട് ഞാൻ അനാറ് കഴിക്കാറുമില്ല. പിന്നെ അതുപോലെ തന്നെ പപ്പായ ആദ്യം ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്കത് മടുപ്പായി. പിന്നെ അത് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റുകൾ മാറി വന്നുകൊണ്ടിരിക്കും. അന്നും ഇന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരേ ഒരു സാധനം തക്കാളിയാണ്. തക്കാളി കറി വെച്ച് കഴിക്കും, ഉപ്പേരി വെച്ച് കഴിക്കും, പച്ചക്ക് കഴിക്കും, അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ ചീരയൊക്കെ ഇഷ്ടമാണ്. ചീരയൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ സൈക്കിൾ കീമോയിൽ ഞാൻ കഴിച്ച ഫുഡുകൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും കഴിക്കും പോലെ ചോറും കറിയൊക്കെ കഴിക്കുമായിരുന്നു. അതൊക്കെ ആദ്യത്തെ ഒരു 4-5 ദിവസം പറ്റില്ല. പിന്നെ അങ്ങോട്ട് ചോറും കറിയൊക്കെ കഴിക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതിൽ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ് ഇലക്കറികൾ. ഞാൻ ഉൾപ്പെടുത്തിയത് പച്ചച്ചീര, ചുമന്ന ചീര, പിന്നെ നമ്മൾ എന്താ പറയുക ഈ ഒടിച്ചുകുത്തി ചീര എന്ന് പറയുന്ന ചീരയുണ്ട്. ഓരോ നാട്ടിലും എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഒടിച്ചുകുത്തി ചീര എന്നൊക്കെയാണ് പറയുന്നത്. അത്, പിന്നെ മുരിങ്ങയില, പിന്നെ അങ്ങനത്തെ എന്താ പറയുക എനിക്ക് കിട്ടിയ ഇലക്കറികൾ അതൊക്കെയാണ്. അതൊക്കെ കഴിക്കുമായിരുന്നു. നന്നായിട്ട് കഴിക്കുമായിരുന്നു. ചോറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ തോരൻ കഴിക്കുമായിരുന്നു. പിന്നെ മുട്ടയുടെ വെള്ള നിർബന്ധമായിട്ടും കീമോ ചെയ്യുന്ന ആൾക്കാർ കഴിക്കേണ്ടത് ഒന്നാണ്. പക്ഷേ അത് 3/4 ആൾക്കാർക്കും കഴിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്മെല്ല് ഇഷ്ടമില്ല എന്ന്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എനിക്ക് മുട്ട ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ മുട്ട നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം 2-3 മുട്ടയൊക്കെ കഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച ഫ്രൂട്ട്സിൽ ഞാൻ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിള്, ഓറഞ്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓറഞ്ച് ഒരു സമയത്ത് കിട്ടാൻ പറ്റാതെയായിപ്പോയി. എന്നാലും ഞാൻ ഓറഞ്ച് കിട്ടിയപ്പോഴൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ആപ്പിള്, ഓറഞ്ച്, പിന്നെ അനാറ് ആദ്യത്തെ ഒരു 1-2 കീമോയ്ക്കൊക്കെ കഴിച്ചെങ്കിലും പിന്നെ എനിക്ക് കഴിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാതായി. അത് മടുത്തു. പിന്നെ ഞാൻ കഴിച്ച സാധനം കിവി കൗണ്ട് വെക്കാൻ നല്ലതാണെന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു. പിന്നെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടു. അപ്പോൾ കിവി കിട്ടിയ സമയത്തൊക്കെ ഞാൻ കഴിച്ചു. എപ്പോഴൊന്നും നമുക്കിവിടെ അത് കിട്ടുന്നില്ലായിരുന്നു. കിട്ടിയ സമയത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങി കഴിക്കാൻ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഞാനത് കിട്ടിയ സമയത്തൊക്കെ 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിച്ച ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മാങ്ങ ഇഷ്ടമായിരുന്നു. മാങ്ങ കഴിക്കുന്നുണ്ട്. അതിപ്പോഴും കഴിക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പഴം, ചെറിയ പഴമില്ലേ നമ്മുടെ മൈസൂർ പഴം, പാളയംകോടൻ പഴം എന്നൊക്കെയാണ് പല സ്ഥലത്തേക്കും പറയുന്നത്. അത് കഴിക്കുമായിരുന്നു. നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ, ഈ വയറ്റിന് പോകാത്ത ബുദ്ധിമുട്ടൊക്കെ കീമോ ചെയ്യുന്ന സമയത്ത് വരും. അപ്പോൾ ഞാൻ മെഡിസിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മെഡിസിനൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മെഡിസിനൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെ കഴിച്ചെന്നല്ലാതെ ഞാൻ പിന്നെ അത് ഒഴിവാക്കി. പകരം ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളയംകോടൻ പഴം കേട്ടോ. പിന്നെ മൈസൂർ പഴം. അത് രാത്രി കിടക്കാൻ നേരം 2-3 എണ്ണമൊക്കെ കഴിച്ച് കിടന്നാൽ പിറ്റേന്ന് എനിക്ക് ബാത്റൂമിൽ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല.
അറിയില്ലായിരുന്നു. ഇതൊക്കെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് കൗണ്ട് കൂടാനും പിന്നെ HB കൂടാനും പിന്നെ അല്ലാത്ത ബാക്കി ശരീരത്തിൻ്റെ പല ഫങ്ഷനും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവാം. അപ്പം ഞാൻ ഇന്നത് കൗണ്ട് കൂടാൻ മാത്രം ഉള്ള ഫുഡുകളെ അല്ല പറയുന്നത്. ഞാൻ കഴിച്ച എൻ്റെ കീമോ സമയത്ത് ഞാൻ കഴിച്ച എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഫുഡുകളാണ് ഞാൻ പറയുന്നത്. അപ്പം പരമാവധി അവനവൻ്റെ വായിക്ക് രുചിയുള്ളത് കഴിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ കൗണ്ട് കൂടണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡുകളെല്ലാം വാരി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നോസിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കൂടുകയുള്ളൂ. അപ്പം വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കുക, ട്രീറ്റ്മെൻറ്റിലുള്ളവർ ശ്രദ്ധിക്കുക. നമുക്ക് പേഷ്യൻറ്റിന് കഴിക്കാൻ തോന്നുന്ന ഫുഡുകൾ ഏതാണോ അത് കൊടുക്കുക. അല്ലാതെ ഇന്നയാൾ കഴിച്ച ഫുഡ് കഴിച്ചാൽ കൗണ്ട് കൂടും എന്ന് പറഞ്ഞിട്ട് ഫുഡ് പേഷ്യൻറ്റിനെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ. അവർക്ക് പല ഫുഡുകളും ആ സമയത്ത് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അത് ഇഷ്ടം വരുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സൈക്കിൾ കീമോയിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഫ്രൂട്ട്സ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചു എന്ന്. ഞാൻ കഴിച്ച ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഞാനല്ലാതെ പിന്നെ കൗണ്ട് കൂടാനായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്ന സാധാരണ ഫുഡുകളൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ സൈക്കിൾ കീമോ ആയപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു. കാരണം എനിക്ക് വായിൽ തൊലി പോകാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു തവണ കൗണ്ട് കുറഞ്ഞു പോയത്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റി തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫാസ്റ്റ് ഫുഡിനോടും തീരെ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അതൊന്നും കഴിച്ചിട്ടില്ല. അല്ലാതെ പിന്നെ കഞ്ഞി, പലരും പറയും കഞ്ഞി കുടിക്കുന്നത്. എനിക്ക് കഞ്ഞി ഇഷ്ടേ അല്ലായിരുന്നു. കഞ്ഞി അവിടെ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ വായിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് മുളകിട്ട ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പല കറികളും ചുമ്മാ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് തിന്നേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൈക്കിൾ കീമോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഫുഡ് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്ഷീണമൊക്കെ കൂടുതലായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കഴിച്ചതും ഫ്രൂട്ട്സൊക്കെ ഇതൊക്കെ തന്നെ. കിവി കഴിച്ചിട്ടുണ്ട്, അനാറ് കഴിച്ചിട്ടില്ല. അനാറ് എനിക്ക് ഇഷ്ടമല്ലാണ്ടായി. അതുകൊണ്ട് ഓറഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഓറഞ്ച് അധികം ഒന്നും കഴിച്ചിട്ടില്ല. മാങ്ങ സീസൺ ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മാങ്ങ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക കിട്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ ചക്ക കഴിക്കുമായിരുന്നു. പിന്നെ മീൻ, ഇറച്ചി അങ്ങനത്തെ ഒന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സൈക്കിൾ കീമോയിൽ ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചോറിൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കീമോ കാലത്ത് കഴിച്ചത് ഇലക്കറികളാട്ടോ. എല്ലാ തരം ഇലക്കറികളും എനിക്ക് കിട്ടുന്ന എല്ലാ ഇലക്കറിയും ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ചീര തന്നെയാണ് പറയാനുള്ളത്. ചീര നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സൈക്കിളിലും അങ്ങനെ തന്നെ. പിന്നെ തക്കാളി വെണ്ട രണ്ടും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അതിനെക്കൊണ്ട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. കറികൾ തോരനായിട്ടും മെഴുക്ക് പുരട്ടിയായിട്ടും ഉപ്പേരിയായിട്ടും എങ്ങനെയായാലും ഞാനത് കഴിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അല്ലാതെ വെറുതെ തിന്നുമായിരുന്നു. തക്കാളി കൗണ്ട് കൂടാൻ നല്ലൊരു ഫുഡാട്ടോ. അത് ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. പിന്നെ ഞാൻ കഴിച്ച ഫുഡെന്ന് പറയുന്നത് കോഴിമുട്ട രണ്ടാമത്തെ സൈക്കിളിലും കോഴിമുട്ട കഴിച്ചിട്ടുണ്ട്. പിന്നെ കപ്പ കഴിച്ചിട്ടുണ്ട്. കപ്പ ഭയങ്കര ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തവരൊന്നും കഴിക്കാൻ നിൽക്കരുത്. എനിക്ക് കപ്പ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ വേറെ നമ്മുടെ ഉഴുന്നിട്ടിട്ടുള്ള ഫുഡുകൾ കഴിക്കും. മെയിനായിട്ട് ദോശ, ഇഡ്ഡലി ഒക്കെ കഴിക്കും. പിന്നെ വറുത്തത് പൊരിച്ചത് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമല്ല, അത് കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുമാണ്. അതുകൊണ്ട് കഴിച്ചിട്ടില്ല. പിന്നെ നെല്ലിക്ക ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നെല്ലിക്ക കൗണ്ട് കൂടാനൊക്കെ നല്ല സാധനം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വായയുടെ രുചിയൊക്കെ പോയ സമയത്ത് ഞാൻ വായിക്കൊരു ചമർപ്പും പുളിയൊക്കെ വരാൻ വേണ്ടി നെല്ലിക്ക കഴിക്കുമായിരുന്നു കേട്ടോ. അത് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനൊക്കെ എല്ലാവരും പറയും, പക്ഷേ അതൊന്നും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ നെല്ലിക്ക അല്ലാതെ വെറുതെ തിന്നായിരുന്നു. പിന്നെ കരിക്കും വെള്ളം, പിന്നെ മോരും വെള്ളം, നാരങ്ങാ വെള്ളം, ഇതൊക്കെ വായിക്ക് തോല് പോയിട്ടും ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കഞ്ഞിവെള്ളം ഒന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വെള്ളങ്ങളൊക്കെ കുടിക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ എരിവൊക്കെ സഹിച്ച് അങ്ങനെ എന്താ പറയുക, എരിവൊക്കെ സഹിച്ചായാലും ബുദ്ധിമുട്ടിയായാലും ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കീമോ കാലത്ത് ഞാൻ കഴിച്ചിരുന്ന ഫുഡുകൾ ഇതൊക്കെയാണ്. ഇത് മറ്റുള്ളവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും, അല്ലെ അവർക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ചിലതെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എന്നാൽ ചിലതിൻ്റെ ടേസ്റ്റുകളൊന്നും പലർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഈ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
അവർ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് ഒന്നും കഴിക്കാൻ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവർക്ക് എന്താണോ ഇഷ്ടം അത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിക്കാൻ കുറച്ച് ദിവസമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല ഫുഡുകളോടുള്ള ആ ഒരു ദേഷ്യം കുറയും. പിന്നെ അത് പതുക്കെ കഴിച്ചു തുടങ്ങും. അതുകൊണ്ട് പരമാവധി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ, അത് വെള്ളമായാലും അല്ലാത്ത ഫുഡായാലും കുറേശ്ശെ കഴിക്കാൻ കൊടുക്കുക. അത് ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്ത് നമ്മളെ ആ സമയത്തെ നമുക്ക് കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളായതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി വേറെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോറിയെക്കുറിച്ചൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്ന ഫുഡുകൾ. ഞാൻ നോർമലായി എല്ലാവരും കഴിക്കുന്ന ഫുഡുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ വായിക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ഫുഡ് കുറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് സൈക്കിളിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെക്കൻഡ് സൈക്കിൾ ആയപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അത് ഒറ്റ തവണ എനിക്ക് കൗണ്ട് കുറഞ്ഞു പോയിട്ടുള്ളൂ. അത് ഫുഡ് കഴിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് കൗണ്ട് കുറഞ്ഞു പോയത്. അതുവരെ ഞാൻ കഴിച്ച ഫുഡൊക്കെ എൻ്റെ ശരീരത്തിന് ഓക്കെ ആയിരുന്നു. എനിക്ക് പക്ഷേ HB ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ. കൗണ്ട് മാത്രമേ കുറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഇതൊക്കെയാണ് എന്നെ കീമോ കാലത്ത് എൻ്റെ ഫുഡ്, ഇപ്പോൾ ഞാൻ കഴിച്ച ഫുഡുകൾ, എൻ്റെ ഫുഡ് റുട്ടീനുകൾ. അപ്പോൾ പലർക്കും പലതായിരിക്കാം, പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. ഞാനിതൊക്കെയാണ് കഴിച്ചത്. എനിക്ക് പല വീഡിയോയിലും കണ്ട അല്ലെങ്കിൽ പലരും പറഞ്ഞു തന്ന ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ സാധിച്ചിട്ടില്ല. അതൊന്നും നമുക്കന്നേരം ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് ഞാൻ കഴിച്ചത്. അതിൽ പലതും നല്ലതുണ്ടാവാം, ചിലപ്പം നല്ലതല്ലാത്തതുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ കഴിച്ച ഫുഡുകളൊക്കെ ഇതാണ്. ഇതിൽ കുറേ കൗണ്ട് കൂട്ടുന്ന ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് കൗണ്ടൊന്നും കുറഞ്ഞിട്ടില്ല. ഞാൻ വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, വെയിറ്റ് കൂടാതിരിക്കാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ വേറെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോറികളുമായിട്ട് ഞാൻ ഇനിയും ഇങ്ങനെ ഇടയ്ക്ക് വരാം. അപ്പോൾ ബൈ.